ഹലോ, ഇപ്പോൾ ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മുടെ ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു അകൽച്ച ഇന്ന് സംഭവിക്കാൻ പോവാണ്. ഇന്നത്തോടുകൂടി ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതത്തിൽ നമ്മൾ ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാവുകയാണ്. ഇത് കുറച്ചുകൂടി പൊലിപ്പിച്ച് അവരെ തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട് രാധാമണിയും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളെടുത്ത പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ശങ്കറിനോട് നമ്മുടെ ഗംഗ തന്റെ ആവശ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആവശ്യം അംഗീകരിക്കാം, കുഴപ്പമില്ല, ഞാൻ നിന്റെ കൂടെ സപ്പോർട്ടായിട്ട് കട്ടക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കാമെന്ന് ശങ്കർ നമ്മുടെ ഗംഗയോട് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം കേട്ടപ്പോൾ ഗംഗയ്ക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ശങ്കറിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ശങ്കറിന് ഉമ്മ വെക്കുന്ന ആ ഒരു സമയത്താണ് ഗൗരി അവിടെ ഒട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കണ്ടപ്പോൾ ഗൗരിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അങ്ങനെ ഗൗരി ഇങ്ങനെ നിൽക്കുമ്പോൾ ഗംഗ ഇത് കണ്ടിട്ട് ഗംഗ എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ ഉറങ്ങാൻ പോവാണ് എന്ന് പറഞ്ഞ് ഗംഗ കയറി പോവാണ്. പക്ഷെ ഗൗരി ശങ്കറിനോട് ചെന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ എന്നൊന്നും ഗൗരി ചോദിക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നും സംസാരിക്കാൻ നിന്നില്ല. ഗൗരി ശങ്കറിനോട് ചോദിച്ചത്, ശങ്കർ ഉറങ്ങുന്നില്ലേ, ഉറങ്ങാൻ സമയമായില്ലേ എന്നാണ് ചോദിച്ചത്. പക്ഷെ ശങ്കർ തിരിച്ച് ഗൗരിയോട്, ഞാൻ എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ എപ്പോഴും ഇങ്ങനെ പിറകെ നടന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, നിനക്ക് മനസ്സിലായോ എന്ന് പറഞ്ഞ് ഗൗരിയോട് ശങ്കർ ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ എന്നിട്ടും ഗൗരി തന്റെ സങ്കടം ഉള്ളിൽ ഒതുക്കിയിട്ട് ഓ ശരി എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി പോകുന്നുണ്ട്. പക്ഷേ ശങ്കറിന് ഇപ്പോഴും ഗൗരിയോട് ചെറിയ ദേഷ്യം ഉണ്ട് എന്ന് ശങ്കറിന്റെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലായി. പക്ഷെ ഈ ഒരു ഗൗരി ഗംഗയെ ഈ ഒരു സാഹചര്യത്തിൽ കണ്ടപ്പോൾ ഗംഗയ്ക്ക് അതൊട്ടും സഹിച്ചില്ല. അപ്പൊ ഗംഗയുടെ മനസ്സിൽ ഇനിയിപ്പോ ഗൗരി എന്ത് വിചാരിച്ച് കാണും, ഗൗരിനെ എന്നെ തെറ്റായിട്ട് എന്തെങ്കിലും ധരിച്ചു കാണുമോ എന്നൊക്കെ ഗംഗ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സമയത്താണ് രാധാമണി ഗംഗയുടെ റൂമിലോട്ട് കയറി വരുന്നത്. അപ്പൊ രാധാമണി ഗംഗയോട് വന്നിട്ട് പാലിരിപ്പുണ്ട്, മോള് കുടിച്ചിട്ടേ കിടക്കാവൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഗംഗ അതൊന്നും കേൾക്കാതെ ഇങ്ങനെ ആ ഒരു സംഭവത്തിൽ തന്നെ ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ എന്താണ് സംഭവം എന്ന് രാധാമണി ചോദിക്കുമ്പോഴാണ് ഗംഗ അവിടെ നടന്ന സംഭവങ്ങൾ രാധാമണിയോട് വിശദീകരിക്കുന്നത്. അപ്പൊ ഇത് കേട്ടപ്പോൾ രാധാമണിക്ക് ഒരുപാട് സന്തോഷമാണ് തോന്നിയത്. കാരണം ഗംഗയും ഗംഗയും ശങ്കറും തമ്മിൽ ഒരുമിക്കുമ്പോൾ അവിടെ ഇതെല്ലാം കണ്ടിട്ട് ഗൗരി ശങ്കറിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുമല്ലോ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര സന്തോഷത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ഗൗരിയോട് പോയി പറഞ്ഞ് ഗൗരിയോട് ക്ഷമ ചോദിക്കാം, എന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് അവിടെ ഗംഗ പറയുമ്പോൾ രാധാമണി തിരിച്ച് ഗംഗയോട് പറഞ്ഞത്, നീ അങ്ങനെ പറയേണ്ട ഒരാവശ്യവുമില്ല. കാരണം ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കുഞ്ഞിലെ തൊട്ടേ ഫ്രണ്ട്സ് അല്ലേ, നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ. അപ്പൊ പിന്നെ അവൾക്ക് നല്ലപോലെ മനസ്സിലാവും. നീ ഇനി അത് പോയി പറഞ്ഞിട്ട് അത് കുറച്ചുകൂടി തെറ്റിദ്ധാരണയിലോട്ട് കൊണ്ടെത്തിക്കേണ്ട എന്ന് ഗംഗയോട് പറയുകയും, അത് മാത്രമല്ല ഈ വീട്ടിലോട്ട് മരുമകളായിട്ട് വരേണ്ടത് മോളായിരുന്നു എന്നും ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു എന്നും, പക്ഷേ പ്രതീക്ഷിക്കാതെയാണ് അവൾ ഈ വീട്ടിലോട്ട് കയറി വന്നത്. അപ്പോൾ മോൾ എന്തായാലും വേറെ ഒന്നും ചിന്തിക്കേണ്ട, ശങ്കറിന്റെ കൂടെ ആ ഒരു ഡാൻസ് കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കാൻ നോക്ക്, എന്നിട്ട് നിങ്ങൾ അങ്ങനെയെങ്കിലും ശങ്കറിനെ നീ സന്തോഷിപ്പിക്കാൻ നോക്ക് എന്ന് ഗംഗയോട് പറഞ്ഞ് മനസ്സിലാക്കുകയും എന്നിട്ട് രാധാമണി അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ രാധാമണി ഗംഗയെ നോക്കി ചിരിക്കുവാണ്. കാരണം ഈ ഒരു ചെറിയൊരു തീപ്പൊരി ഗംഗയുടെ മനസ്സിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ചുകൂടി ആളിച്ച് അത് കത്തി വലിയൊരു ഭൂകമ്പമാക്കാൻ വേണ്ടിയിട്ട് രാധാമണി ഇവിടെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ശ്രമം ഒരു തുടക്കത്തിലോട്ട് എത്തിയപ്പോൾ ഏകദേശം തന്റെ ആ ഒരു ശ്രമങ്ങൾ വർക്കാവുന്നു എന്നറിഞ്ഞപ്പോൾ രാധാമണിക്ക് ഒരു സന്തോഷമുണ്ട്. അങ്ങനെ രാവിലെ തന്നെ ശംഖുവും നമ്മുടെ ഗംഗയും കൂടി അമ്പലത്തിലെത്തി ആ പൂജാരിയോട് പറഞ്ഞു, സംസാരിച്ചു, തൊഴുത് പ്രസാദമൊക്കെ വാങ്ങുന്നുണ്ട്. അങ്ങനെ അനുഗ്രഹത്തോടു കൂടി ആദ്യം തന്നെ ആ ഒരു പ്രാക്ടീസ് തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ ശങ്കർ ഗംഗയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ കോൺസെപ്റ്റ് എന്താണ്, നീ യഥാർത്ഥത്തിൽ എന്നോട് തീർത്തും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഗംഗ ശങ്കറിനോട് പറയുമ്പോഴാണ് ഗംഗ ആ ഒരു കാര്യം പറയുന്നത്. എന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രണയമാണ്. ഞാൻ പ്രണയത്തെക്കുറിച്ചാണ് ഒരു ഡാൻസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. അവിടെ മഹാദേവന്റെ പ്രണയമാണ് എന്ന് അവിടെ ശങ്കറിനോട് പറയുമ്പോൾ, പാർവതിയും മഹാദേവനും ഉള്ള പ്രണയം നല്ല തീവ്രമാണല്ലോ, അപ്പൊ അതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതല്ല, എല്ലാവർക്കും അറിയാം പാർവതിയും മഹാദേവനും തമ്മിലുള്ള ആ ഒരു തീവ്ര പ്രണയം. പക്ഷെ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഗംഗയ്ക്ക് മഹാദേവനോടുള്ള ഒരു പ്രണയമാണ്. തന്റെ തിരിച്ചടയിൽ ഒളിപ്പിച്ചു വെച്ച ഗംഗയുടെ ആ ഒരു പ്രണയമാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് എന്ന് ശങ്കറിനോട് പറയുന്നുണ്ട്. പക്ഷേ ഗംഗയുടെ ആ ഒരു സംസാരത്തില് എനിക്ക് ചെറുതായിട്ട് തോന്നിയത്, ആ ഗംഗയുടെ ആ ഒരു പ്രണയം ശങ്കറിനോട് ഇനി അവതരിപ്പിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ കണ്ടുവരുന്നുണ്ട്. കാരണം ഗംഗ സംസാരിച്ച്
സംഭവിച്ചത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ ഗംഗയുടെ അത്രത്തോളം തീവ്രമായ പ്രണയം ആരും മനസ്സിലാക്കത്തില്ല. ആ ഒരു തീവ്രമായ പ്രണയമാണ് ഞാൻ മഹാദേവനോട് അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അത് മഹാദേവൻ മനസ്സിലാക്കിയാൽ മതി എന്ന് ഗംഗ അവിടെ ഒരു സംസാരം കൂടി നടത്തുന്നുണ്ട്. അപ്പോൾ ഇനി ശങ്കറിനോട് ഗംഗയ്ക്ക് പ്രണയമുണ്ടെന്നും ആ ഒരു പ്രണയമാണോ ശങ്കറിനോട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗംഗ ശ്രമിക്കുന്നത്, അതിന്റെ ഒരു സാധ്യതയും ഇല്ലാതില്ല. എന്തായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഇനി കണ്ടു തന്നെ അറിയാൻ പറ്റും. പക്ഷേ ആ ഒരു കോൺസെപ്റ്റ് കേട്ടപ്പോൾ ശങ്കറിനും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവർ ആ ഒരു ആദ്യത്തെ തുടക്കം എന്നുള്ള രീതിയിൽ അവിടെ വെച്ച് തന്നെ ഒരു പ്രാക്ടീസ് തുടങ്ങുവാണ്. പക്ഷേ ഇതൊന്നും അറിയാതെ നമ്മുടെ ഗൗരി ശങ്കറിന് വേണ്ടിയിട്ട് തന്റെ ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തിടുക്കത്തിലാണ്. ഈ സമയത്ത് രാധാമണി കയറി വരികയും എന്നിട്ട് എന്താണ് അത് പാചകം എന്ന് ചോദിക്കുകയും എന്നാൽ തേങ്ങ വറുത്തരച്ച ഒരു കറിയാണ്, അത് ശങ്കറിന് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുകയും എന്നാൽ അതൊന്നും ഗംഗയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. ഗംഗയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയാൽ മതി, അപ്പോൾ അത് ശങ്കറിന് ഇഷ്ടമുള്ള കറി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്, സ്പെഷ്യൽ ഉണ്ടാക്കുന്ന കാര്യം അമ്മ ഒന്നും പറഞ്ഞില്ല എന്ന് അവിടെ ഗൗരിയും കമലയും പറയുമ്പോൾ അവിടെ ഗംഗയ്ക്ക് ഇഷ്ടപ്പെട്ട കറിയെ ശങ്കറിനും ഇഷ്ടപ്പെടത്തുള്ളൂ. ഗംഗയ്ക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് ശങ്കറിനും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്നും അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയാൽ മതിയെന്നും ഉള്ള രീതിയിൽ അവിടെ രാധാമണി സംസാരിക്കുകയും നോൺ വെജ് ആയിട്ട് മട്ടൻ കറി ഉണ്ടാക്കാം, എന്തായാലും ഗംഗമോൾക്ക് ഞാൻ ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെടത്തുള്ളൂ, ഞാനത് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിക്കൊള്ളാം, പിന്നെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഗംഗ ഇങ്ങോട്ട് വരണമെന്ന്. പക്ഷെ ആ ഒരു രീതിയിലോട്ടാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു സംസാരങ്ങളൊക്കെ രാധാമണി അവിടെ നടത്തുന്നുണ്ട്. അപ്പൊ അതൊന്നും ഒട്ടും ഇഷ്ടപ്പെടാതെ ഗൗരി സങ്കടത്തോടെ ഇറങ്ങി പോവാണ്. അപ്പൊ ഗൗരിയുടെ പിന്നാലെ കമല പോവാത്തതിന്റെ പേരിൽ രാധാമണി ഇവിടെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നീ ഗൗരിയുടെ പിന്നാലെ പോവാത്തത് എന്താ, ഇനിയിപ്പോ ഞാൻ ഇവിടെ എന്താണ് പറയുന്നത് എന്ന് കേട്ടിട്ട് ഗൗരിയോട് നേരിട്ട് ചെന്ന് പറയാനായിട്ടാണോ നീ ഇവിടെ നിൽക്കുന്നത് എന്ന് അവിടെ നമ്മുടെ രാധാമണി കമലയോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് രാധാമണി മറ്റൊരു കാര്യം കൂടി കമലയോട് പറഞ്ഞു, നീ എന്തായാലും അവളോട് ചെന്ന് പറഞ്ഞേരെ, ഗംഗ നീയും ശങ്കറും തമ്മിലുള്ള ജീവിതം എന്തായാലും ഉടനെ തന്നെ തീരും, എന്നിട്ട് നിന്റെ സ്ഥാനത്ത് ഞാൻ ഗംഗയെ കൊണ്ടുവരും, ശങ്കറും ഗംഗയും നല്ല സന്തോഷം ജീവിക്കുന്നത് കാണും, നിന്റെ ആയുസ് തീരാൻ പോകുന്നുണ്ട് എന്ന് ഗൗരിയോട് ചെന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കമലയെ അയക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കേട്ടിട്ട് കമലയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി. അങ്ങനെ ഗൗരിയോട് സംസാരിക്കുമ്പോൾ ഗൗരി ഇവിടെ പറഞ്ഞത്, അമ്മ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റല്ലേ, കാരണം ഞാനും ശങ്കറും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനല്ലേ എല്ലാവരും ആഗ്രഹിക്കേണ്ടത്. ഞാനും ശങ്കറും തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്തിട്ട് നമ്മൾ തമ്മിൽ ഒരുമിക്കാൻ വേണ്ടിയിട്ടല്ലേ അമ്മ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത്, അല്ലാതെ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നവിടെ കമലയോട് ഗൗരി ചോദിക്കുമ്പോൾ കമല തിരിച്ചു ചോദിച്ചത്, നിന്റെ ഭാഗത്തും തെറ്റുണ്ട്, ശങ്കറിന്റെ ഭാഗത്തും തെറ്റുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ തെറ്റ് നിന്റെ ഭാഗത്താണ്, അതെന്താണെന്ന് ചോദിക്കുമ്പോഴാണ് കമല അത് വിശദീകരിക്കുന്നത്. ശങ്കറും നീയും ഒരുമിച്ച് നല്ല സ്നേഹത്തോടെ ജീവിതം തുടങ്ങിയപ്പോഴാണ് നീ ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു കാര്യം ശങ്കരനോട് പറഞ്ഞത്, അതോടെയല്ലേ നിന്റെ ആ ഒരു ജീവിതം വീണ്ടും തകരാറിലായത്. പക്ഷെ നീ എന്തുകൊണ്ട് ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു സത്യം ഇങ്ങനെ പറയേണ്ടി വരുന്നു, ധ്രുവൻ ജീവിച്ചിരിപ്പ് ഇല്ല എന്ന് നീ മനസ്സിലാക്കാത്തത് എന്താ എന്ന് അവിടെ കമല ഗൗരിയോട് ചോദിക്കുമ്പോഴാണ് ഗൗരി ആ ഒരു കാര്യം പറയുന്നത്. എനിക്ക് നല്ല വിശ്വാസമുണ്ട് ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട്, എന്റെ കണ്ണുകൾ എന്നെ തെറ്റിദ്ധരിപ്പിക്കത്തില്ല, ഉറപ്പായിട്ടും ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ ഞാൻ അത് ശങ്കറിന്റെ മുന്നിൽ തെളിയിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു സത്യം ശങ്കർ തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ചെയ്ത ദ്രോഹം ശങ്കർ എന്തായാലും മറന്നിട്ടില്ല. അത് ആ ഒരു ദേഷ്യം ശങ്കറിന്റെ മനസ്സിലുണ്ട്. അപ്പൊ നേരെ ശങ്കർ ധ്രുവനെ ചെന്നിട്ട് കൊല്ലുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ശങ്കറിന്റെ കൈകൊണ്ടായിരിക്കും ധ്രുവൻ മരിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്റെ ജീവിതവും ശങ്കറിന്റെ ജീവിതവും അതോടെ അവതാളത്തിലാവത്തില്ലേ. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് നടക്കാത്തത്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് എന്റെ മഹാദേവൻ എന്നെ കൈവിടത്തില്ലാന്ന്. എന്റെ വടക്കുന്നാഥൻ എന്തായാലും എനിക്ക് തുണയായിട്ട് നിൽക്കും. എങ്ങനെയെങ്കിലും ശങ്കറിന്റെ മുന്നിൽ ആ ഒരു സത്യം തെളിയിക്കാനായിട്ടുള്ള എന്തെങ്കിലും വഴി എന്റെ വടക്കുന്നാഥൻ എനിക്ക് തെളിയിച്ചു തരും എന്ന് ഗൗരി തന്റെ വിശ്വാസത്തോടെ അവിടെ പറയുന്നുണ്ട്. അത് വെച്ചിട്ട് അതോടെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഗംഗയും ശങ്കറിനെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് രാധാമണിയും ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ചെറിയ ചെറിയ തീപ്പൊരികളൊക്കെ ഗംഗയുടെ മനസ്സിലും ഇട്ടുകൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതോടുകൂടി ശങ്കറിന്റെയും ഗൗരിയുടെയും ജീവിതം തകരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. പക്ഷെ ശങ്കറിന്റെയും ഗൗരിയുടെയും ജീവിതം തകരുമോ? ഉറപ്പായിട്ടും അവരുടെ ജീവിതം അത്രത്തോളം ദൃഢമാണ്, അവരുടെ പ്രണയവും അത്രത്തോളം ദൃഢമാണ്. പക്ഷേ ഒരു പെൺകുട്ടി ശങ്കറിന്റെ ജീവിതത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ തകരേണ്ടതാണോ ശങ്കറിന്റെയും ഗൗരിയുടെയും ആ ഒരു പ്രണയം? പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെ
സംഭവിക്കുമെന്ന് നമുക്ക് വരും നാളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.